ബുദ്ധിയും വിവേകവും തരണമേ ദയാനിധി. ഈ വിദ്യാലയം നിനക്കു നിത്യവും വസിക്കുവാൻ എത്രയോ മനോജമായി സദാനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഏകദേശം 8 വർഷങ്ങൾക്ക് മുമ്പാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ വ്യത്യസ്ത സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഞങ്ങൾ 3 പേർക്കും കൂടി ഒരു ആശയം, അത് ഉത്ഭവിച്ചത് നമ്മുടെ ഇന്നത്തെ പ്രിസൈഡിംഗ് ഓഫീസറായ ശ്യാമേട്ടൻ്റെ ഭാഗത്തു നിന്നാണ്. ഒന്നിച്ച് നിന്നാൽ എന്ത് എന്നുള്ള ഒരു ചിന്ത വരികയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ SMS എന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം 2 വർഷം മുമ്പാണ് എല്ലാവർക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നല്ലോ, ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഫുൾ അമാൽഗമേഷനിലേക്ക് ചിന്ത വന്നത്. എന്തു തന്നെയായാലും 2 വർഷം പിന്നിടുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെയാണ്. സ്റ്റാഫ് സ്ട്രെങ്ത്തിൻ്റെതായാലും അവരുടെ കഴിവിൻ്റെതായാലും പരമാവധി നമുക്ക് പ്രയോജനം നേടാൻ സാധിച്ചിട്ടുണ്ട്. അത് SMS എന്ന നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഒരു പേരിനും എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിൽ പങ്കാളിയും കൂടെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് ഒരുപക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് കുറേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് ഒരുപക്ഷെ നമുക്ക് ലീവിൻ്റെ കാര്യത്തിൽ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് എൻജോയ്മെൻറ്റ്, ടൂറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരത്തിൽ ആഘോഷങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ഒന്നിച്ച് ചേർന്നതിന് ശേഷം നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ വർഷം നമുക്ക് ഒരു ആശയം, ഇങ്ങനെ ഒരു SMS ഡേ അല്ലെങ്കിൽ സ്റ്റാഫ് ഡേ എന്ന പേരിൽ നമുക്ക് നടത്താനുള്ള ഒരു ആശയത്തിലേക്ക് എത്തിയത്. അതേപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പ് എവിടെയെങ്കിലും പോകണമെങ്കിൽ വളരെ പ്രയാസമായിരുന്നു. കാരണം ഓഫീസ് ആരെങ്കിലും ഏൽപ്പിച്ച് പോകാനുള്ളൊരു പ്രയാസം. ഇപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്നും കുറേ മാറ്റങ്ങളുണ്ട്. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇടപെടുന്ന ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ നമ്മൾ ഓഫീസ് നോക്കാനുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഈ SMS എന്ന ഒരു ആശയത്തിൽ നിന്ന് നമുക്ക് ഉരുത്തിരിഞ്ഞു വന്ന നേട്ടങ്ങൾ എന്ന് നിങ്ങളെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. ഈ അവസരത്തിൽ കൂടുതലായി ഒന്ന് പറയുന്നില്ല. ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ ചേർന്ന പ്രിയപ്പെട്ട ശ്യാമേട്ടനെ ആദ്യമായി നിങ്ങളുടെ ഓരോരുത്തരുടെ പേരെയും എൻ്റെ സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങൾ ശരിക്കും ഒരു ഉദ്ഘാടകനെ ആലോചിച്ച സമയത്ത് ആദ്യമായി ആസിഫിന്റെ പേരാണ് വന്നത്. അങ്ങനെ ഒരു ചടങ്ങായിട്ട് നടത്തണമെന്നും ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്റർടൈൻമെന്റിനാണ് ഇന്ന് പ്രാധാന്യം കൊടുക്കുന്നത്. എന്ന് തന്നെയാൽ ഇങ്ങനെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായ സമയത്ത് ഞങ്ങൾക്ക് ആസിഫിന്റെ പേര് കൊണ്ടുവരുന്നത് ഇന്നലെയാണ് ആസിഫിനോട് പറഞ്ഞത്. ആ പറഞ്ഞ സമയത്ത് തന്നെ ആസിഫ് സമ്മതം കൊടുക്കുകയും ഇന്ന് നമ്മോടൊപ്പം ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടകന് എത്തിയിട്ടുണ്ട്. ആസിഫിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും നല്ല നമസ്കാരം. നമ്മുടെ ഇന്ന് SMS ഡേ എന്ന രീതിയിൽ ആഘോഷിക്കാനുള്ള തീരുമാനം എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് നമ്മളെ പ്രിയപ്പെട്ട കുമാരൻ എത്തിയിട്ടുണ്ട്. ഐശ്വര്യ കുമാരൻ എന്ന അശോക് കുമാർ ആണ്. കുമാരൻ, യു ആർ വെൽക്കം ടു ദി സ്റ്റേജ്. കുമാരനെ കുറിച്ചിട്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വർഷങ്ങളായുള്ള ബന്ധമാണ്. ആ ബന്ധങ്ങളാണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. 2017 SMS രൂപീകൃതമാകുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും ഒരേ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പലതരം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ ഏകദേശം ഒരാഴ്ചയോളം ഒരുമിച്ചുണ്ടായിരുന്നു. ഞാനും മനോജും സുരേഷും. വി ഹാഡ് ബീൻ ഇൻ എ ട്രിപ്പ് ടു UAE ഒരു ട്രിപ്പ് പോയ സമയത്ത് എന്തോ നമ്മൾ ആ ഒരു ബോണ്ടേജ് ഫീൽ ചെയ്തു. എനിക്ക്
എന്നെ സംബന്ധിച്ചിടത്തോളം ആ ബോണ്ടേജ് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് എത്തി എന്നുള്ളതാണ് വാസ്തവം. 4 ആളുണ്ടായിരുന്നു. 4ാമത്തെ ആളെ പിന്നെ ഈ സ്ഥലമില്ലാത്ത അല്ലാത്തതുകൊണ്ടോ എന്തുകൊണ്ടോ ഒപ്പം കൂട്ടിയില്ല. ഞങ്ങൾ SMS 2017 ഫോം ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ എനിക്ക് കിട്ടിയിരുന്നു, അതുപോലെ ഇവർക്കും കിട്ടിയിട്ടുണ്ടാവാം. എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ, മുന്നറിയിപ്പിൻ്റെ കാര്യം അവരെന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മുന്നറിയിപ്പിനെ അവഗണിക്കാൻ തീരുമാനിക്കേണ്ടി വന്നത് ഇന്നത്തെ നികുതി സമ്പ്രദായത്തിൻ്റെ അടിക്കടി വരുന്ന മാറ്റങ്ങളാണ്. ഒരു എക്സ്റ്റെൻറ്റ് വരെ അതാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഓടുന്ന സമയത്ത് എനിക്ക് 63 വയസ്സായി. ഇപ്പോഴും അന്ന് 58, 54, 56 വയസ്സൊക്കെ ഉള്ളൂ. എനിക്ക് തന്നെ എനിക്കൊരു ഫീൽ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് ഇവരെല്ലാവരും ഒപ്പം നമുക്ക് ഓടാൻ പറ്റുമോ എന്നുള്ളൊരു സ്വാർത്ഥത എന്നിലുണ്ടായിരുന്നുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഞാൻ അന്ന് ആ സ്വാർത്ഥതയല്ല കണ്ടത്. ഞങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു ബോണ്ടേജ് ആയിരുന്നു. ലെറ്റ് us form another entity other than our 3 individual offices എന്ന് ചിന്തിച്ചത് ഞങ്ങളുടെ ബോണ്ടേജ് തന്നെയാണ്. പിന്നീട് എനിക്ക് തോന്നി എത്രമാത്രം ഞാൻ എൻ്റെ ഒരു തീരുമാനം നന്നായി എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നുവെച്ചാൽ എനിക്ക് അവരുടെ ഐ കുഡ് ഫീൽ ദ വാംത്ത് ഓഫ് ദെയർ അഫെക്ഷൻ ടുവേർഡ്സ് മീ, ഒരു ബ്രദർലി അഫെക്ഷൻ. എന്നെ വിമർശിക്കാൻ, എന്നെ ശരിയായിട്ട് കൊണ്ടുപോകാൻ, എന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. ഞാൻ ഇന്ന് സോഷ്യൽ ബീയിങ് അതിൻ്റെ 100% ഉത്തരവാദി ഈ ഇരിക്കുന്ന കഷണ്ടിക്കാരനാണ്. ഈ ഇരിക്കുന്ന കഷണ്ടിക്കാരൻ എന്നുവെച്ചാൽ ഞാൻ പിന്നെ ഒന്നിലും ഉണ്ടായിരുന്നില്ല. എന്നെ ഞങ്ങളുടെ പ്രൊഫഷണൽ ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷനിലേക്ക് കൊണ്ടുവന്നത്, അതുപോലെ ലയൺസ് ക്ലബിലേക്ക് കൊണ്ടുവന്നത്, ബേഗൽ ക്ലബിലേക്ക് കൊണ്ടുവന്നത് ഒക്കെ ഇദ്ദേഹമാണ്. അപ്പോൾ അതൊരു എനിക്ക് തോന്നുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ ഓഫ് എന്താ പറയുക, നമ്മുടെ ആ നേച്ചർ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായിട്ടുള്ള ഒരു നേച്ചർ ഉണ്ട്. എൻ്റെ പെരുമാറ്റം എങ്ങനെ, എൻ്റെ പല ആൾക്കാരും പറയാറുണ്ട്, എന്നെ അടുത്ത് പരിചയമില്ലാത്ത പല ആൾക്കാരും പറയാറുണ്ട് അയാൾ ഭയങ്കര റഫാണ്, ഭയങ്കര തണ്ടാണെന്നൊക്കെ പറഞ്ഞ് എന്നോട് പല ആൾക്കാരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് വിചാരിച്ചിരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ന്യൂനതയുണ്ട്. അപ്പൊ ആ ന്യൂനതകൾ ഒരു പരിധി വരെ എൻ്റെ പ്രിയപ്പെട്ട മനോജും അതുപോലെ സുരേഷ് ബാബുവും തിരുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ശ്യാമം. നമ്മൾ 2017 ശേഷം ഏകദേശം 7 കൊല്ലം കഴിഞ്ഞ് 8ാമത്തെ വർഷത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഒരുപാട് മൈൽ സ്റ്റോൺസ് നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. പല ആൾക്കാരും നെട്ടോട്ട് ഓടുമ്പോഴും നേരത്തെ നമ്മുടെ സ്വാഗത ഭാഷണത്തിൽ നമ്മുടെ സുരേഷ് ബാബു പറഞ്ഞ പോലെ നമുക്ക് ഫ്രീഡം, നമുക്ക് മച്ച് നീഡഡ് റിലാക്സേഷൻ അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് ഇതിൻ്റെ ഒരു ഔട്ട്കമാണ് നമ്മുടെ ഇത്. ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഡിവിജ്വൽ പ്രാക്ടീസിൻ്റെ അത്ര നമുക്കൊരു ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്നാലും നമ്മളെ ഒരു സെറ്റപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ശത്രുത വരെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ അസോസിയേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അസോസിയേഷനിലെ കുറച്ച് ഒരു വിഭാഗം ആൾക്കാർക്ക് ഞങ്ങളോട് ശത്രുത വന്നിരുന്നു. ഞങ്ങൾ ആ രീതിയിലൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. നത്തിങ് വാസ് ഒഫൻഡഡ്. ഒരു കാര്യത്തിൽ ഞങ്ങൾ അങ്ങോട്ട് ആരോടെ എതിർക്കാൻ പോയിട്ടില്ല. ഒരാളടുത്തും ഞങ്ങൾ ആള് കളിക്കാനും പോയിട്ടില്ല. ഒരാളടുത്തും നിങ്ങളെക്കാളും വലുതാണെന്ന് ആരടുത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എവിടെയും പോയിട്ട് ഞങ്ങൾ പത്രാസ് കാണിക്കാൻ പോയിട്ടില്ല. വെറുതെ കുറേ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടോ അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ വിത്തിൻ അവർ ഞങ്ങളുടെ ആ വിത്തിൻ അവർ സർക്കിൾ മാത്രം ഞങ്ങൾ പോയതാണ്.
അത്ര അച്ചടക്കത്തോടു കൂടി കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് നിങ്ങൾ അറിയാം. ഏത് ഓഫീസിൽ പോയാലും അവർ ആ ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് വേറൊന്നും ചർച്ചകളോ സംസാരങ്ങളോ ഇല്ല. നല്ലൊരു കോർപ്പറേറ്റ് സെക്ടർ പോലുള്ള ഒരു സംഭവങ്ങളായിട്ടാണ് ഇപ്പോൾ കാഞ്ഞങ്ങാട് പല ഓഫീസുകളും കാണുന്നത്. അതിലൊരു ഓഫീസായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട SMS-ന്റെ പരിപാടിയുടെ അധ്യക്ഷൻ, ഞാനേറെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ശ്യാമരാജൻ, എൻ്റെ പൊതുപ്രവർത്തനത്തിൽ JC എന്ന പ്രസ്ഥാനത്തിൽ എന്നെ കൈപിടിച്ചുയർത്തി ഈ നിമിഷം വരെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സുരേഷ് ബാബു സർ, വർഷങ്ങളായി പരിചയമുള്ള അസീസിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്ന സമയത്ത് PF-മായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മൾ മനോജേട്ടനെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട മനോജേട്ടൻ, ശ്രീധരേട്ടൻ, മർച്ചൻസ് അസോസിയേഷൻ്റെ എൻ്റെ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് പൊതുകാര്യ മേഖലയിലെ സജീവ സാന്നിധ്യവുമായ നിശ്ചയകുമാരൻ, വർഷങ്ങളായി ബന്ധമുള്ള എൻ്റെ പ്രിയപ്പെട്ട ദിനേശേട്ടൻ, പാപ്പേട്ടൻ, കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ് അമൃത പാവട്ടൻ, പ്രിയപ്പെട്ട സുനിൽ, സുമനേച്ചി അടക്കമുള്ള ഈ വേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള ഒരു വലിയൊരു പ്രോഗ്രാമിൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് ക്ഷണിച്ചതിൽ ആദ്യമായി SMS എന്ന പ്രസ്ഥാനത്തോട് നന്ദി അറിയിക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഫെബ്രുവരി 4-ന് ഒരു പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി കോൺഗ്രസ്. അത് പ്രഖ്യാപിച്ച ഉടനെ തന്നെ GST കൗൺസിലിന്റെ ഓർഡർ വന്നു കഴിഞ്ഞു. GST പാടുകൾക്ക് 18% GST എന്നുള്ള ഒരു സംഭവം. അത് വ്യാപാരികളെക്കാളും ഏറെ അതിൽ ഇടപെട്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ബാബു സാറാണ്. കാരണം ഞാൻ വ്യാപാരി വ്യവസായിയുടെ ജില്ലാ സെക്രട്ടറി എന്ന നിലക്ക് ആ ഒരു പരാതി ജില്ലാ കമ്മിറ്റിയിൽ അറിയിക്കുകയും ആ ജില്ലാ കമ്മിറ്റി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സാർ അറിയിക്കുകയും പിറ്റേ ദിവസം ചേർന്ന തൃശ്ശൂർ വെച്ച് ചേർന്ന പരിപാടിയിലാണ് നമ്മൾ പാർലമെന്റ് മാർച്ചിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അത് ആഹ്വാനം ചെയ്ത പിറ്റേന്ന് 54-ാമതും തോന്നുന്നു 55-ഓ GST കൗൺസിൽ തന്നെ രജിസ്റ്റേർഡ് ഡീലേഴ്സ് അല്ലാത്ത എല്ലാവർക്കും 18% നികുതി എടുത്തു കളയുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചത്. ഞാൻ പറയാൻ കാരണം അത് സുരേഷ് ബാബുവിനാണ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാനാണ് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞത്. ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. ആ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ നല്ലൊരു കഴിഞ്ഞ സുരേഷ് ബാബു ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സുരേഷ് ബാബു എന്നോട് പറയും, ഞാനത് ചോദിക്കാറുണ്ട്. വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് നിലക്ക് പല മെമ്പർമാർക്കും പല GST ആയി ബന്ധപ്പെട്ട് മറ്റെല്ലാ കാര്യങ്ങൾക്കും PF-ആയിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടെങ്കിലും ഞാൻ വിളിക്കൽ SMS തന്നെയാണ്. കാരണം അവിടെ വിളിച്ചെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു അവസാന വാക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഏത് സമയത്ത് വിളിച്ചാലും, കഴിഞ്ഞ പ്രാവശ്യം 3 പേരും പറഞ്ഞിരുന്നു, വ്യാപാരികളെ കൊണ്ട് ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ക്ലാസ് എടുത്ത് തരാം, എന്ത് വേണം ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. മീറ്റിംഗ് പറഞ്ഞതാണ്. സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. 2015 റിട്ടയർ ചെയ്തതിന് ശേഷം വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ശ്യാം എന്നോട് പറഞ്ഞു, വെറുതെ ഇരിക്കേണ്ട ഏതായാലും എന്തൊന്നിച്ചു വാ എന്ന് പറഞ്ഞ് ശ്യാമിൻ്റെ ഓഫീസിലേക്ക് ഞാൻ കയറിയതാണ്. ഒരു 1.5 വർഷം ശ്യാമിൻ്റെ ഒന്നിച്ച് ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം ശ്യാമിൻ്റെ അടുത്ത് നിന്ന് ഞാൻ പിരിഞ്ഞതിന് ശേഷമാണ് ശ്യാമി SMS-ആയിട്ട് മുമ്പിലോട്ട് പോയത്. SMS അന്ന് ചെറിയൊരു SMS-ന് മുമ്പേ ഈ 3 പേരും വേറെ വേറെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ ഓരോരാളുടെ ഓഫീസിലേക്ക് ഞാൻ പോകുമ്പോൾ അന്ന് 4 പേര് 8 പേര് ഇങ്ങനെയൊക്കെയുള്ള
ഒരു സംവിധായകരായിരുന്നു 3 പേരും. അവർ യോജിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇന്ന് കാഞ്ഞങ്ങാട് ഒരു നല്ലൊരു സ്ഥാപനമായിട്ട് മാറി. SMS എന്ന പേരിൽ, അതായത് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. ഇതിൽ സുരേഷ്, മനോജ്, ശ്യാമം എന്നും പറയാം. വളരെ തന്ത്രപൂർവമായിട്ടുള്ളൊരു പേരാണിത്. SMS. ഞാൻ ചോദിച്ച ശ്യാമിനോട് എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പലർക്കും പറഞ്ഞുകൂടാ. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സപ്പോർട്ട്. സ്ട്രാറ്റജിക് എന്ന് പറഞ്ഞാൽ തന്ത്രപരമായിട്ടുള്ള മാനേജ്മെൻറ്റ്, അതിന് സപ്പോർട്ട്, അതാണ് അർത്ഥം. വളരെ, അതായത് ഈ ഒരു കൂട്ടായ്മയോടുകൂടി നമ്മൾ പല കാര്യങ്ങളും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ ഒരു സംരംഭത്തോടുകൂടി ഒരു ഉദ്ദേശിച്ചതായിരിക്കും. അവർ നല്ലൊരു ഇപ്പം നല്ലൊരു കാഞ്ഞങ്ങാടിലെ നല്ലൊരു പുരോഗമനം, ഏക ഒരു സ്ഥാപനമാണ് SMS എന്ന്. അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് സെയിൽ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. അത് സ്ഥിരമായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴേ അറിയാം. വേറെ കോളേജിലായിരുന്നു. പിന്നെ പപ്പട്ടം, പിന്നെ നിങ്ങൾ നാടകം, ഞങ്ങൾ തിരുവത്ത് വിജയകലാ സമിതിയുടെ നാടകം ഞാൻ അഭിനയിച്ചത്. അപ്പോൾ പപ്പട്ടനാണ് സംവിധായകൻ. 2-3 നാടകങ്ങൾ സംവിധാനം ചെയ്ത പപ്പട്ടനാണ്. ശ്യാമളാലയം. അന്നേ പപ്പട്ടൻ എനിക്കറിയാം. അപ്പോൾ ഈ SMS പറഞ്ഞ തന്ത്രപരമായ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതൊരു പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്ന ഇവരല്ല. ഇവർ ഗൈഡൻസ് മാത്രമേ തരുന്നുള്ളൂ. നടത്തുന്നതൊക്കെ സ്റ്റാഫാണ്. യാതൊരു സംശയമില്ല. കാരണം സ്റ്റാഫ് ഇല്ലെങ്കിൽ ഇവരില്ല. ഇവർക്ക് ചെയ്യാൻ ഒന്നും അറിയില്ല. സ്റ്റാഫാണ് ഇതിൻ്റെ നട്ടെല്ലെന്ന് പറയാം. അതൊരു ടീം വർക്കാണ് ഇത് ഏറ്റവും വരുന്നത്. ടീം വർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്ഥാപനം കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ല കൈയടി നിങ്ങൾക്ക് തന്നെയാണ് തരേണ്ടത്. ഇത് നിങ്ങൾ ഗൈഡൻസ് തരുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിർദ്ദേശങ്ങൾ തരുന്ന ആ നിർദ്ദേശങ്ങൾ പാലിക്കും. പിന്നെ ഈ സംരംഭം, ഈ ഡേ, SMS ഡേ എന്നുള്ളത് ഏറ്റവും ആവശ്യമാണ്. കാരണം നമ്മൾ കുറേ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിൽ, ഈ കേരളത്തിൽ കാണുന്നു. പക്ഷെ ഒരു സ്ഥാപനവും സ്റ്റാഫിനെ സ്റ്റാഫായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ജോലി ചെയ്യുന്നു, ശമ്പളം പറ്റുന്നു, അല്ലെങ്കിൽ കൂലി പറ്റുന്നു എന്നുള്ള ആ ഒരു ഈ കണ്ണിലാണ് കാണുന്നത്. പക്ഷെ സ്റ്റാഫ് നമ്മളെപ്പോലെ മജ്ജയും മാംസവും ഉള്ള ആൾക്കാരാണ്, വ്യക്തിയാണ്, ഇൻഡിവിജ്വലാണ്. അവർക്കും വിചാരങ്ങളൊക്കെ ഉണ്ട്, അവർക്കും കഴിവുകളുണ്ട്, ഇമോഷൻസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം സ്റ്റാഫുമായിട്ട് മിങ്കിൾ ചെയ്യാൻ. സന്തോഷമുണ്ട് ഈ വേദിയിൽ നിന്ന് നിൽക്കുമ്പോൾ. കാരണം ഇങ്ങനെ ഒരു വേദിയെ സത്യമായിട്ട് നിൽക്കാനുള്ള ഇതെല്ലാം തന്നത്, ഊർജ്ജം തന്നത് സുരേഷ് ബാബുവും ശ്യാമ പോത്ത മധ്യപ്രദേശിന്റെ പ്രസിഡന്റ് ആസിജിന്റെ. അപ്പോൾ കാരണം ഇങ്ങനത്തെ ഒരു വേദി കിട്ടുന്നതിന് വളരെ ഇന്ന് ഞാനിന്ന് വരുമ്പോൾ നമ്മളെ പ്രസിഡന്റ് ഉണ്ട്. ഇന്നലെയാണ് സുരേഷ് വിളിക്കുന്നത്. കുമാറിന്റെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നാളെ ഉണ്ടോ? ഞാൻ ആസിജി ഉണ്ട്. ആസിഫിന്റെ പേരാതിരിക്കാൻ കഴിയില്ല. ചരിത്രമായ പ്രസിഡന്റാണ്. കാരണം കാഞ്ഞങ്ങാട് തന്നെ പട്ടണത്തിൽ ഞാൻ ഏകദേശം 35 വർഷത്തോളം കാഞ്ഞങ്ങാട് പട്ടണത്തിൽ പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇതിന് മുന്നേറുന്നതായി ഞാൻ ഇപ്പോൾ തന്നെ കാണുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും മുമ്പ് സജീവമായി പങ്കെടുക്കും. അതോടൊപ്പം എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും മുമ്പ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ SMS കുറിച്ച് പറയുമ്പോൾ സുരേഷിനെ തന്നെ ആദ്യം പറയേണ്ടി വരും. കാരണം 35 വർഷം മുമ്പേ അത് സ്റ്റേറ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു പുലിയാണ്. അന്ന് സ്ഥാപനങ്ങൾ കയറുക, ആൾക്കാരെ വളരെയധികം ബുദ്ധിമുട്ടി കാണുന്നൊരു കുറച്ച് ആൾക്കാരെ, സാറിനകത്ത് കുറെ നല്ല ആൾക്കാരുണ്ട്. അതാണ് കുറച്ച് ആൾക്കാരെ എപ്പോഴും നമ്മളെ വ്യത്യസ്ത രീതിയിലാണ് കച്ചവടക്കാർ കാണുക. അപ്പോ ആ സമയത്ത് ഓഫീസർ വന്നു, എന്റെ ഷോപ്പിൽ കയറി. പിന്നെ വിജിലൻസ് വന്നു, എല്ലായിടത്തും സ്റ്റോക്കെല്ലാം എടുത്ത് പോയി, ഉൾപ്പെട്ടിട്ട് പോയി. ഞാൻ ആ ഭാഗത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. ആ നല്ല ഓഫീസറെ മാർച്ച് 31 പിരിയുമെന്ന് പറഞ്ഞ് ആ ഓഫീസർ നേരെ സെറ്റാക്സ് ജീപ്പ് കൊണ്ടാണ് എന്നോട് വന്നത്. കുമാരെ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു പോയിക്കാവും. അതുകൊണ്ട് നീ എത്രയും പറഞ്ഞു പേപ്പർ ശരിയാക്കണം. നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം സെറ്റ് ടാക്സ് കടന്നു ആളാണ്. ഒരു 35 വർഷം മുമ്പ് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ 35 വർഷമായി ഈ കച്ചവടം തുടങ്ങിയിട്ട് തന്നെ. അപ്പൊ സുരേഷ് അന്ന് എപ്പോഴും നമ്മുടെ ഒരാൾ പഠിക്കണം. അപ്പൊ സുരേഷ് ബാബു എന്റെ പിന്നാലെ പ്രത്യക്ഷപ്പെട്ടു. സുരേഷ് ബാബു പോയി. സുരേഷ് ബാബു അപ്പം തന്നെ വന്നു. ആ പേപ്പറുകൾ ശരിയാ തന്നു. അത് ഞങ്ങൾക്ക് 200 രൂപ മാത്രമേ ഫൈൻ അടക്കേണ്ടി വന്നിട്ടുള്ളൂ. അതെന്റെ ജീവിതത്തിൽ പ്രധാന ഘടകമാണ്. അന്ന് മുതൽ ഇന്ന് വരെ സുരേഷ് ബാബുവാണ് എന്റെ ബിസിനസ്സിനെ നിലനിർത്തുന്നു. നിങ്ങൾക്ക് സ്റ്റാഫിനെ അറിയും. അവർ എല്ലാ കാര്യവും വളരെയധികം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിനെ പോയില്ല. കാരണം കച്ചവടം തുടങ്ങുകയല്ല, നിലനിർത്തുക എന്നതാണ് ഏറ്റവും വലിയ വിജയത്തിൽ ഞാൻ കണക്കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ശ്യാമത്തെ പറ്റി
ഞാനിപ്പോ ഈ വെള്ളം ബസ്സും ഇത് ഇരിക്കുന്നൊരു പ്രത്യേക കാരണം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം 2020 നടത്താൻ വെച്ചിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഗാന്ധി എന്റെ വില്ലേജ് ഇൻഡസ്ട്രീസ്. അന്ന് ഓരോ ജോലി 50,000 ലോണൊക്കെ വരാം. അതിനോട് കുമാര നിങ്ങൾ $10 ലക്ഷം ഞാൻ 5 വർഷമാണ് അത് 10 ലക്ഷം വേണം. അത് 10 ലക്ഷം ലോൺ എടുക്കാറില്ല. പകരം തന്നു 10 ലക്ഷം ലോൺ എടുക്കാൻ പകരം തന്നത് ശ്യാമാട്ടാണ്. ആ ശ്യാമാട്ടം പറഞ്ഞ് ഞാൻ എന്റെ ഭാര്യയാണ് ക്ലാസ് തൃശ്ശൂർ കടത്തറ എന്ന സ്ഥലത്താണ് ആ പരിപാടി. അന്ന് 3 ദിവസം ക്ലാസ് ആയിരുന്നു. 3 ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവസാനം അവർ ചോദിച്ചു, നിങ്ങൾ ഈ ക്ലാസ് നിങ്ങൾ എന്താ ഇത് ചെയ്യുന്ന ചോദിച്ചു. അപ്പൊ ഫസ്റ്റ് കാസർഗോഡ് ജില്ലയിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ട് അശോകുമാർ പേരാതെ ഫസ്റ്റ് വന്നു. അപ്പോ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ നാളെ മുതൽ ഗാദി മാത്രം ഉപയോഗിക്കും, വെള്ളം ബസ് കൊണ്ടുകൂടെ. അതിലും കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് പറയുന്നത് നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങൾ വെള്ളം കുപ്പായം കൊണ്ടുമ്പോൾ ആൾക്കാർ വ്യത്യസ്തമായി ചിന്തിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഓഫീസർ, സാറേ ഇത് ഭയങ്കര വിഷമമല്ലോ, ഞാൻ ഇതിന്റെ സംസ്ഥാന സമിതി അങ്ങനെ നീതി പഠിക്കുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ വെള്ളം ബസ് ഉപയോഗിച്ചിട്ട് പോകുന്നത്. അതാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗമായി കടക്കുന്നത്. അതേസമയത്ത് SMS എല്ലാ SMS തുടങ്ങുമ്പോൾ സുരേഷ് ബാബു എന്നോട് പറഞ്ഞിരുന്നു, സുരേഷ് ഇങ്ങനെ ഉണ്ടെന്നോ എല്ലാ കാര്യങ്ങളും സുരേഷ് ഞാൻ എല്ലാ ജീവിതത്തിലും എല്ലാ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങൾ പങ്കെടുക്കുന്ന വ്യക്തിത്വത്തിനോട് വേണം. നാടക പ്രവർത്തകൻ എന്ന പേരിൽ പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ വേദിയിൽ ഞാൻ നിൽക്കാൻ കാരണം പ്രിയപ്പെട്ട ശ്യാമാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിംഗിൾ റൂമിൽ 2 ചെറിയ സ്റ്റീൽ മേശയും 2 കസാലയും ഒരു 3-4 വലിയ റൈസ് ബുക്കും ഒരു 5-6 കടലാസ് പെൻസിലും 2-3 പേനയും വെച്ച് തുടങ്ങിയതാണ് ശ്യാം ഓഫീസ്. വീട്ടിൽ നിന്നും പൊതിച്ചോറ് കൊണ്ടുവന്ന് കഴിക്കുമായിരുന്നു. എൻ്റെ ശമ്പളം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും, 200 രൂപ മാസത്തിൽ. അങ്ങനെ തുടങ്ങിയതാണ് ഈ പ്രൊഫഷണൽ സർവീസ് എന്ന കൺസൾട്ടിംഗ് സ്ഥാപനം. അത് വളർന്ന് പന്തലിച്ച് കാഞ്ഞങ്ങാട്ടെ ഒരു ലീഡിംഗ് സ്ഥാപനമായി മാറി. അതിപ്പോ അതിനേക്കാൾ വളർന്ന് പന്തലിച്ച് SMS എന്ന സ്ഥാപനമായി മാറി. ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൽ മുമ്പ് പ്രവർത്തിച്ച ആൾ എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നു. മുമ്പിലിരിക്കുന്നവരിൽ പരിചയക്കാരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്, പ്രൊഫഷണൽ സർവീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്തവരുണ്ട്. ആ സമയത്ത് പല സമയത്തും സ്വന്തം മകളെ പോലെയും സഹോദരിമാരെ പോലെയും സഹോദരനെ പോലും കരുതിയ പ്രവർത്തകന്മാരുടെ മുമ്പിലിരിപ്പുണ്ട്. അവരോട് പല സന്ദർഭത്തിലും ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെല്ലാം SMS-നെ കുറിച്ച് ഇനിയും ഞാൻ പറയുന്നത് അടിപ്രസംഗമാണ്. കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ സ്ട്രെങ്ത്താണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. 2017 ഇവിടെ തുടങ്ങുമ്പോൾ കൂടി വന്നാൽ 6 പേരോ 8 പേരോ ഉണ്ടായിരുന്നു കൊണ്ടുപോയിട്ടില്ല. അന്ന് ക്ലയൻസും 50ഓളം ക്ലയൻസ് ഉണ്ടായിരുന്നത്. ഇന്ന് ആ പ്രവർത്തകർ ഇപ്പോൾ നമ്മൾ സ്റ്റാഫ് 30ഓളം പേരായി. അതേപോലെ നമ്മളായിട്ട് ബന്ധപ്പെടുന്ന ക്ലയൻസ് ഏകദേശം 500ഓളം ക്ലയൻസ് ഇപ്പോൾ ആയി. ഏതായാലും ഇന്ന് ഇവരെ ഇങ്ങനെ ഒരു സ്റ്റാഫ് ഡേ നടത്താൻ തീരുമാനിച്ചത് അധികം സന്തോഷത്തിനാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാ ഭാഗങ്ങളും നേർന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മൾ SMS-ന്റെ സ്റ്റാഫ് ഡേ ആഘോഷിക്കുകയാണ്. അതിലെത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. നമ്മുടെ സ്കൂൾ കോളേജ് കാലത്താണ് നമ്മൾ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അത് ഒന്നും കൂടെ നമുക്ക് പൊടി തട്ടിയെടുത്ത് ഇവിടെ അവതരിപ്പിക്കാൻ ഒരവസരം കിട്ടിയിട്ടുണ്ട്. അത് പരമാവധി എല്ലാവരും വിനിയോഗിക്കുക. പിന്നെ അതോടൊപ്പം നമ്മളെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അവരും ഇതിൽ പങ്കുചേർന്നിട്ട് ഈ SMS ഡേ വിജയമായി മുന്നോട്ട് കൊണ്ടുപോവുക.
അതിൽ എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. സ്റ്റാഫ് ഡേയുടെ ഭാഗമായി ഇവിടെ ഒത്തുചേർന്ന വിശിഷ്ടാതിഥികൾക്കും എല്ലാ സഹപ്രവർത്തകർക്കും കുഞ്ഞുമക്കൾക്കും ആദ്യമായി ഞാൻ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തൊഴിലിടങ്ങളിൽ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന സർഗാത്മക കഴിവുകൾ പുറത്തെടുക്കാൻ കഴിവുകൾ ഒരുക്കിത്തന്ന മാനേജ്മെന്റിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ കഴിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്ന് പറഞ്ഞ പോലെ കുറച്ച് ദിവസം മുമ്പ് ശ്യാമേട്ടന്റെ സംഗീതവുമായി ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മളിങ്ങനെ സ്റ്റാഫ് ഡേ ഒന്ന് ആലോചിച്ചത്. അത് പാർട്ട്നേഴ്സ് വളരെ പോസിറ്റീവായി അങ്ങനെ ചെയ്യാവുന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ പറയുകയും അത് നമ്മൾ ഒരുപാട് ആലോചിച്ച ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് നടപ്പിൽ വരുത്തി. അങ്ങനെ ആ ചിന്തകളിൽ നിന്ന് നമ്മൾ എങ്ങനെ നടക്കും എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ നമ്മൾ ചിന്തിച്ചു ഉദ്ഘാടകനായി ആരെ എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നമ്മുടെ സുഹൃത്തും കൂടിയാണ് ആലോചിച്ച പറയുന്നത്. ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞില്ല, പക്ഷെ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞു നമുക്ക് ആസിഫിനെ വിളിച്ചാലോ. നേരത്തെ കുറെ സംസാരിക്കുമ്പോൾ പറഞ്ഞു നമ്മൾ അവര് ബോണ്ടിങ് ആണെന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരാള് ചിന്തിക്കുമ്പോൾ മറ്റൊരാള് അതേ കാര്യം പറയുന്നതാണ് ഒരുപക്ഷെ ഈ ബോണ്ടിങ്ങിന്റെ ഒക്കെ കാര്യം. അപ്പൊ അത് ആകസ്മികമായി സംഭവിച്ചതാണ്. അത് നമ്മള് രണ്ടുപേരും പറഞ്ഞെങ്കിലും അദ്ദേഹം ഏറ്റവും എളുപ്പമുള്ളത് നമ്മുടെ മൂന്നാമത്തെ പാർട്ണറായ സുരേഷ് ചേട്ടനാണ്. സുരേഷ് ചേട്ടന് ഞാൻ ആസിഫിനെ പരിചയപ്പെടുമ്പോൾ തന്നെ എനിക്കറിയാം അവര് തമ്മിൽ ഭയങ്കരമായ പരിചയമുണ്ട്. ഞാൻ ആകസ്മികമായി ആസിഫ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കാണ് പരിചയപ്പെടുന്നതും ആ ബന്ധം വളർന്നു വരുന്നതൊക്കെ. ഇതിനു മുമ്പത്തെ പ്രസിഡന്റിന്റെ ക്ലാസ്മേറ്റ് വലിയൊരു ബിസിനസ്മാനാണ് യൂസുഫ് ആജിദ്. പുള്ളി ഫ്ലോറ ഹോട്ടൽസിന്റെ ഓണർ യൂസുഫ് ആജിയുടെ വലിയ ഫ്രണ്ടാണ്. അപ്പൊ ഒരുമിച്ച് പഠിച്ചതാണ് അവര് ദേവഗിരി കോളേജിൽ നിന്നാണ്. കുറച്ച് മാസം മുമ്പ് ഇവര് എലക്ഷൻ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് തമാശ രൂപത്തിൽ പറഞ്ഞു. അതേ തമാശ ഇന്ന് ഇവിടെയും പറഞ്ഞു കേട്ടോണ്ടാണ് പറയുന്നത്, യൂസുഫ് പോയിട്ടൊരു ആസിഫ് വന്നല്ലേ. ആ ഒരു ഇവിടെ നേരത്തെ പപ്പേട്ടൻ വരെ ആകസ്മികമായിട്ട് ആ ഒരു തമാശ രൂപത്തിലാണെങ്കിൽ അത് പറയുമ്പോൾ പക്ഷെ അതൊരു എന്താ പറയാ, നമുക്ക് ഇത്തരം സന്തോഷ നിമിഷങ്ങളിൽ ഷെയർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് തമാശകളാണത്. ഇതുവരെ നമ്മുടെ പ്രസന്റേഷൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് യൂസുഫ് പോയി ആസിഫ് വന്നിരുന്നെങ്കിൽ പോലും നമ്മുടെ മർച്ചന്റ് അസോസിയേഷൻ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് വ്യാപാര സമൂഹത്തെ അല്ലെങ്കിൽ ഈവൻ പൊതുസമൂഹത്തിന് പോലും ഏറ്റവും മികച്ച ഒരു നേതാവിനെയാണ് ആസിഫിലൂടെ കിട്ടിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം SMSനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കക്ഷികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ കൂടിയാണ് ആസിഫ്. ഇന്നത്തെ ഉദ്ഘാടകൻ ഈ തെരഞ്ഞെടുക്കാൻ മറ്റൊന്നും നമുക്ക് ആലോചിക്കേണ്ടി വന്നില്ല. SMSന് വേണ്ടി അദ്ദേഹത്തെ ഓണർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ അധ്യക്ഷനും സീനിയർ പാർട്ണറുമായ ശ്രീ സാമേട്ടനെയും സുരേഷ് ബാബുവിനെയും ക്ഷണിക്കുന്നു. നമസ്കാരം. സ്റ്റാഫ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൂടി വരികയും എല്ലാവരുടെ തിരക്കിനിടയിലും നമ്മളിത് ആസ്വദിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും ഈ പരിപാടി ഇവിടെ നടത്തുന്നതിനായിട്ട് എല്ലാവരും കൂടി വന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഇവിടെ കൂടി വന്ന് സന്തോഷിക്കാനായിട്ട് വീണ് കിട്ടിയൊരു അവസരമായിരുന്നു. എല്ലാവരും നല്ല പ്രചോദനാത്മകമായ പ്രസംഗങ്ങളെല്ലാം നടത്തി. അപ്പോൾ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. തിരക്കുകൾ മാറ്റിവെച്ച് സമയം കണ്ടെത്തി ഞങ്ങൾ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് വന്ന കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ആസിഫ് ചിത്താരി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.